ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കാൻ പോകുന്നത് ഫ്രഞ്ച് ഫ്രൈസാണ്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തതായിരുന്നു. കുറച്ചും കൂടി ഡിഫറൻസ് ആയിട്ട് നമ്മൾ കുറച്ചും കൂടി നല്ല ക്രിസ്പി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് ഇടേണ്ട മിക്സാണ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ ഞാനതിന് എടുത്തിരിക്കുന്നത് ലക്ഷ്മിയുടെ പുട്ടുപൊടിയാണ് കേട്ടോ. ഏത് പുട്ടുപൊടി വേണമെങ്കിലും എടുക്കാം. ഞാനപ്പോൾ എനിക്ക് കുറച്ചുകൂടി ബെനിഫിറ്റ് വെച്ചാൽ നല്ല രീതിയിൽ തോന്നിയത് എനിക്ക് ലക്ഷ്മിയുടെ ആയിരുന്നു. പൊൻകത്തിലേക്ക് നല്ലതാണ്, നല്ലതാണ്. ഞങ്ങളുടെ ആവശ്യത്തിന് അധികം ഇടുന്നില്ല. നേരെ ഉപ്പ് ഇടുന്നത്. ഉപ്പ് ഞാൻ ഓൾറെഡി നമ്മുടെ ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോൾ ഓൾറെഡി ഇട്ടിട്ടുള്ളതാണ്. ഞാൻ കുറച്ചിട്ടിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ക്യാമറയുടെ പൊടിക്കാനായിട്ട് അറിയില്ലാത്തതുകൊണ്ട് എൻ്റെ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കിതിലേക്ക് ഇനി ഇടേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അധികം മഞ്ഞൾപ്പൊടി ഇടേണ്ട, ഓൾറെഡി നമ്മുടെ ഉരുളക്കിഴങ്ങ് കളറുണ്ട്. അപ്പോൾ നേരെ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടുന്നത്. ഇനി നമ്മൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേവിച്ചത് സ്ലൈസായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടാലറിയാം, ഞാനത് വീഡിയോ എടുത്തതായിരുന്നു, പക്ഷേ അത് വന്നില്ല. വീഡിയോ അതിൽ കിട്ടിയില്ല, കട്ടായി പോയി തോന്നുന്നു. അപ്പോൾ ഞാനിതിൻ്റെ അരിപ്പയിലേക്കാണ് അടിച്ചെടുക്കുന്നത്. ഞാൻ പശവശപ്പ് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ മാക്സിമം പശവശപ്പ് ഇല്ലാതെയാണ് ഇതുണ്ടാക്കേണ്ടത് കേട്ടോ. ഉരുളക്കിഴങ്ങ് നമ്മൾ അരിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു നമുക്ക് തൊട്ട് നോക്കുമ്പോൾ പറയുമ്പോൾ സ്റ്റാർച്ച് ഫീലാണ് വരുന്നത്. നമ്മുടെ ബോയിൽ ചെയ്യുന്നതിലേക്ക് പച്ചവെള്ളം, നമ്മൾ പൈപ്പിനെടുക്കുന്ന പച്ചവെള്ളം എടുത്ത് അതിനകത്തൊന്നും കൂടി ഹീറ്റൊക്കെ കളഞ്ഞ് നല്ല പശവശപ്പ് മാറ്റിയെടുക്കുകയാണ് കേട്ടോ. കണ്ടാലറിയാം, ക്യാമറയുടെ എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് എൻ്റെ കയ്യിൽ അവിടെ സൈഡിലായിട്ട് പോയിരിക്കുന്നുണ്ട്. സ്റ്റാൻഡാണത്. അപ്പോൾ ഞാൻ ആ വെള്ളം അടുത്ത് കളയുന്നുണ്ട്. പൈപ്പിൻ്റെ അടുത്ത് തന്നെ എടുക്കുന്നത്. എന്നാലും പെട്ടെന്ന് വെള്ളം എടുത്ത് ശരിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 3 പ്രാവശ്യമാണ് ഞാനങ്ങനെ വെള്ളം എടുത്ത് ഇത് മാറാൻ വേണ്ടി, ഒരു സ്റ്റാർച്ച് ഫീല് മാറാൻ വേണ്ടി ഇതൊന്ന് കഴുകിയത്. നമ്മൾ ബോയിൽ ചെയ്ത് തന്നെയാണ്. അധികം ബോയിൽ ചെയ്യേണ്ട. ഞാനൊരു 7 മിനിറ്റ്സ് ഞാൻ ബോയിൽ ചെയ്തു. മതിയാവും. ഞാനിട്ട് മഞ്ഞപ്പൊടിയാണ്. അപ്പോൾ അതെ, നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇങ്ങനെ ഒരു കളർ കിട്ടും. എന്നത് ഫ്രൈ പാനിലേക്ക് ഇടുകയാണ്. നല്ല ക്രിസ്പിയാണ്, നല്ല ക്രിസ്പിയാണ്.